നേരെ നേരെ എന്താ? ഒന്ന് ഇങ്ങോട്ട് വരൂ. ഞാൻ പാടത്തേക്ക് പോവുക. അവിടെ കൂലിക്കാര് പണിയെടുക്കുന്നുണ്ട്. ഒന്ന് വന്നിട്ട് പോവും. ഒന്നിങ്ങോട്ട് കയറി വരും. ഒരു കാര്യം പറയാനാ. എന്നെ ഒന്ന് തുറന്നു വിടും. തുറന്നു വിടുക? ആ, ഇവിടത്തെ ആ കുരൂരുത്തം കെട്ടോളും നിങ്ങളുടെ അനന്തരവും വാസുണ്ണിയും കൂടെ ഇന്നലെ രാത്രി എന്നെ അതിനകത്തിട്ട് പൂട്ടിയിട്ട് ഒളിച്ചോടി പോയി. ആ, എന്റെ അനന്തരവൻ വാസുണ്ണി നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുപോയെന്നു? ശങ്കരനായരെ, ഞാൻ സത്യം പറയാമല്ലോ, എന്റെ അനന്തരവനായതുകൊണ്ട് പറയല്ല. അവൻ വളരെ നല്ലവനാണ്. നിങ്ങളുടെ ഭാര്യയെ അവൻ പൊന്നുപോലെ നോക്കിക്കൊള്ളു. അതൊക്കെ ഇരിക്കട്ടെ. നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് എന്നെ ഒന്ന് തുറന്നു വിടും. ഗുരുവായൂരപ്പാ, എന്റെ ബാക്കിയുള്ള പെൺകുട്ടികൾ വലുതാകുന്നതിന് മുമ്പേ വാസുണ്ണിയെ നീ ഒരു കര പറ്റിച്ചല്ലോ. ഇനി ഈ വിളി കേൾക്കണ്ടല്ലോ. എവിടെ? ശങ്കരനായരെ, വലിയ താഴിട്ടാ പൂട്ടിയിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചാ കിട്ടൂല. തന്നെയല്ല, ഒരാൾ പൂട്ടിയ താഴ് മറ്റൊരാൾ തുറന്നാ പോലീസ് കേസാവും. എന്തായാലും തനിക്ക് വേണ്ടി ഞാൻ പോയി കൊല്ലനെ വിളിച്ചുകൊണ്ട് വരാം. ഉറക്കായോ? എന്താ? വീഡിയോ ഉണ്ടാവോ ഒന്നെടുക്കാൻ? ഞാൻ വലിക്കാറില്ല. തീപ്പെട്ടി? ആ, വേണ്ട, എടുക്കില്ല. ഉറങ്ങാറല്ലേ? ഉറക്കം വരണില്ല. അതെന്താ ഉറക്കം വരാത്ത? അല്ല, പണിയും കഴിഞ്ഞ് വരുമ്പോ എന്തെങ്കിലും കുറച്ചകത്താക്കി അവളെയും പത്ത് പറഞ്ഞ് അവിടെ വായിരിക്കുന്നതും കേട്ട് കുറെ ഒച്ചയും ബഹളം ഉണ്ടാക്കാതെ ഉറങ്ങാൻ പറ്റൂല. എന്നാ ഒരു 100 മില്ലി അടിക്കാന്ന് വെച്ചാ അതിനൊരു രസം തോന്നണില്ല. കഴിച്ചിട്ടിപ്പോ ആരുടെ മെക്കെട്ട് കയറാനാ? ഉറക്കം വരുന്നില്ലേ? ആ, ഉറങ്ങണം. ഞാനെന്നാ അതെന്താ? അവളെ ഡൽഹിയിൽ കോർട്ടിൽ കളിച്ച ശീലം ഇവിടുത്തെ കോർട്ടൊന്നും അവക്ക് പിടിക്കുന്നില്ല. അതുകൊണ്ടാ. അതൊന്നും സാരമില്ലെന്നേ. വരൂ, കമോൺ. അസലായി കളിക്കും. ഡൽഹിയില് കളിയെന്ന് എന്തിനാ കരയുന്നത്?
എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയാതാണോ ചേട്ടൻ പറഞ്ഞു കേൾക്കാതെ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ചേച്ചി, ഇക്കരെ എന്നാൽ അക്കരെ പച്ച കാണുന്നത് സ്വാഭാവികമാണ്. അതിനുവേണ്ടി ജീവിതം പണയം വെച്ച് കളിക്കരുത്. ചേട്ടൻ ഇപ്പൊ വന്നിട്ട് എത്ര നാളായെന്ന് ഓർമ്മയുണ്ടോ? എനിക്കറിയാം ചേട്ടന്റെ സ്വഭാവം. ഭയങ്കര പിടിവാശിക്കാരനും. മൂപ്പരിന് വരികയില്ല. ഓരോ മനുഷ്യരുടെ രക്തത്തിലും ഓരോ സംസ്കാരങ്ങളുണ്ട്. വേഷം മാറിയതുണ്ടോ ഭാഷ മാറ്റിയതുണ്ടോ അതൊന്നും മാറാൻ പോകുന്നില്ല. ഞാൻ എന്താ ചെയ്യാ? ചിന്തിക്കാനുള്ള പ്രായമൊക്കെ ആയില്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് സ്വയം തീരുമാനിച്ചോളൂ. സാറേ, ആരെ? ഞങ്ങളാണതേ. ആഹാ, എന്താ ഈ നേരത്ത്? എവിടെ വീട്ടിൽ നിന്ന് വരിക? കൊണ്ടുവരാൻ പോയതാ. ഞാൻ പോണു. ആ നിലവില്ല, ഈ ടോർച്ചറെ കൊണ്ടു. തട്ടി നിറഞ്ഞു വീഴണ്ട. ആ മുട്ടയ്ക്കൊന്ന് പിഴുങ്ങി വെക്കേ. അപ്പൊ വഴക്കൊക്കെ തീർന്നോ? വഴക്ക് തുടങ്ങിയിട്ട് തന്നെ തീരാൻ. ഞാൻ ചിലപ്പോ ഒറ്റ മൂച്ചിന് വായി തോന്നൊക്കെ വിളിച്ചു പറയും. അതേ മൂച്ചിന് അവളങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യും. പിന്നെ കള്ളിറങ്ങുമ്പോഴാ അവള് പറഞ്ഞതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നുക. അവക്കറിയാം അധികം താമസിക്കാതെ ഞാനങ്ങ് ചെല്ലുമെന്ന്. ഇതൊക്കെ അത്രേ ഉള്ളൂ എന്ന്. എന്താ പിന്നെ അങ്ങനെ ഇരുന്ന് കളഞ്ഞത്? ഇല്ലേ? ആ, ഇല്ല. ആ അതാ. പോട്ടെ, ചെന്നിട്ട് വേണം തുടങ്ങാൻ. ഇന്നലത്തെ കൂടെ ചേർത്ത് കൂടുന്നോ? ഏയ്. ഓ മദ്യം വിഷമാണല്ലോ അല്ലേ? അതെ. വിനീട്ടാ!